നരബലി കേസിലടക്കം ഈ BA ആളൂർ അഭിഭാഷകനായി രംഗപ്രവേശം ചെയ്തിരുന്നു. തെരഞ്ഞെടുക്കുന്ന കേസുകളുടെ പ്രത്യേകത കൊണ്ട് തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്ത പേരുകളിൽ ഒന്നാണ് BA ആളൂരിന്റേത്. ഇപ്പോൾ BA ആളൂർ അന്തരിച്ചിരിക്കുന്നു. ഈ ലിസി ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം നൽകും. ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയാണ്. അവിടുത്തെ മെമ്പർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഒക്കെ സുപരിചിതനും അഥവാ വിവാദ നായകനും കൂടെയായ വക്കീൽ അഥവാ ഒരു പ്രമുഖ ക്രിമിനൽ വക്കീലാണ് BA ആളൂർ എന്ന് പറയുന്ന ആ വക്കീൽ. അദ്ദേഹം ഇന്ന് ലിസി ആസ്പത്രിയിൽ വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ എല്ലാവിധ ചാനലുകളിലും വിവരം അറിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ വാർത്ത ഇത്ര ഒരു വലിയ വാർത്തയായി വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിവാദ കേസുകളൊക്കെ ഏറ്റെടുത്ത് സൗമ്യവധം അഥവാ ഗോവിന്ദച്ചാമി കൊല ചെയ്യപ്പെട്ട സൗമ്യ എന്ന വ്യക്തിക്ക് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ BA ആളൂർ ഹാജരായത്. മറിച്ച് തുല്യതയില്ലാത്ത ക്രൂരത ചെയ്ത ആ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ക്രിമിനലിന് വേണ്ടി ഹാജരായിട്ട് ആ ക്രിമിനലിനെ വെറുതെ വിടിയിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് BA ആളൂർ എന്ന് പറയുന്ന വക്കീലിന് സാധിച്ചത്. അഥവാ ബിജു ആൻ്റണി ആളൂർ എന്നാണ് മുഴുവൻ പേര്. തൃശ്ശൂർ എരുമപ്പെട്ടി എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ജന്മപ്രദേശം. അപ്പോൾ എന്തു തന്നെയായാലും ഇദ്ദേഹം എറണാകുളത്ത് ക്രിമിനൽ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാന അനാറുൽ ഇസ്ലാം ജിഷ വധത്തിലെ പ്രതിയായ അനാറുൽ ഇസ്ലാം, അതോടൊപ്പം തന്നെ ഇലന്തൂർ ഇരട്ടക്കൊല പ്രതികൾക്ക് ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങളിലൊക്കെ വരുന്ന പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന ഒരു വക്കീൽ എന്ന നിലയ്ക്ക് അദ്ദേഹം പേരെടുത്തിട്ടുണ്ട്. പക്ഷേ എത്രത്തോളമാണത് മനസാക്ഷിക്ക് യോജിച്ചിരുന്നത് എന്ന് ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് മറുപടി പറയാറ്. യഥാർത്ഥത്തിൽ മനസാക്ഷി എന്നൊന്ന് പറയുന്നത് വക്കീൽ ഭാഗത്തിന് ഇല്ല എന്ന കാര്യം സത്യമാണ്. കാരണം എന്താണ് കള്ളം പറഞ്ഞ് കാശ് വാങ്ങുക എന്നതിൽ ഒഴിച്ച് അഥവാ ന്യായത്തെ അന്യായമാക്കിയും അന്യായത്തെ ന്യായമാക്കിയും ഒക്കെ വളച്ചൊടിച്ച് അഥവാ ഏറ്റവും തുല്യതയില്ലാത്ത രീതിയിൽ രാജ്യത്ത് അരാജകത്വം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സുരക്ഷിതാവസ്ഥയ്ക്ക് ഭീഷണിയാകുമാറ് ഈ പ്രതികൾ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് അവരെ വെറുതെ വെടിവെപ്പിക്കുന്നതിനാണ് അദ്ദേഹത്തിൻ്റെ ഈ കഴിയുന്ന കാലഘട്ടത്തെ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ മുഴുവനും ഉണ്ടായത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്തു പരിശ്രമങ്ങൾക്കും ഒരു അന്ത്യം വന്നിരിക്കുന്നു എന്നതാണ് പ്രധാനം. കാരണം മനുഷ്യർ എക്കാലത്തും ഓർക്കുന്നത് നല്ല ഓർമ്മകളല്ല അദ്ദേഹത്തിന്. എന്തു തന്നെ ആയാലും അദ്ദേഹത്തിൻ്റെ ലിസി ആസ്പത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. അവിടുത്തെ മറ്റു പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞാൽ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും. തുടർന്ന് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുള്ള അനുശോചന യോഗങ്ങളും മറ്റും നടക്കുമായിരിക്കും. അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഭൗതിക ജീവിതത്തിലെ മനുഷ്യൻ്റെ വളരെ തുച്ഛമായ ഒരു നിമിഷം ഇങ്ങനെ ഉള്ളൂ. ആലോചിച്ച് നോക്കണം. എല്ലാത്തിനും കഴിയും. യഥാർത്ഥത്തിൽ കോടീശ്വരനാണ്. ഇഷ്ടം പോലെ പണമുണ്ട്, ആളുണ്ട്, സൗകര്യമുണ്ട്. പക്ഷേ വൃക്ക സംബന്ധിച്ച ആ രോഗത്തിൽ അദ്ദേഹത്തിന് മറ്റു ശാശ്വതമായ പരിഹാരം ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ദൈവികമായ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ. സംഗതി എന്ത് തന്നെയായാലും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. എല്ലാവർക്കും മരണം എന്ന് പറയുന്നത് ഒരു ദുഃഖം തന്നെയാണ്. ഒരു പ്രമുഖനായ വ്യക്തിത്വമാണ് അദ്ദേഹം. വേർപെട്ട് മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഇത്രയേറെ ഇത്രയേറെ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടിയാണ് മനുഷ്യന്മാർ ഇത്തരത്തിലുള്ള പ്രവർത്തികളും അല്ലെങ്കിൽ വാക്കുകളും ഒക്കെ ചെയ്യുന്നത് എന്ന് നമ്മളെല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.